സാന്നിധ്യം സീസൺ എന്ന ഞാൻ അഭിനയിച്ച ചിത്രത്തിൽ ഒരു ഗാനത്തിലുണ്ടായത് ഒരു ഭാഗ്യമായി കരുതുന്നു. പോയി വരും എന്നുള്ള ഗാനത്തിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഏറ്റവും കൂടുതൽ മുഴങ്ങിയിരുന്നത് ഇളയരാജയാണ് ആ ഗാനം ചിത്രത്തിൽ. 1986 സംവിധാനം ചെയ്ത 2 ചിത്രങ്ങളിലൂടെയാണ് ഞങ്ങളുടെ സിനിമ ബന്ധം തുടങ്ങുന്നത്. ദേശാടനക്കിലേക്ക് അയാളുടെ അതുപോലെ നമുക്ക് പാർക്കാൻ ബന്ധപ്പെടുത്തുമ്പോൾ ജയകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ ചെറുപ്പക്കാർ പോലും ഗ്രഹാതരത്വത്തോടെ കൊണ്ടാടുന്ന സാമൂഹിക മാധ്യമങ്ങളും ഇക്കാലത്തെ ചില സിനിമകൾ പോലും ആഘോഷിച്ച തൂവാനത്തുണ്ടികൾ പോലുള്ള സിനിമകൾ അതിറങ്ങിയ കാലത്തേക്കാൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ സ്വീകരിക്കപ്പെടുന്നതെങ്കിൽ അതാണ് ആ പ്രതിഭയ്ക്ക് കാലം കാത്ത് സൂക്ഷിച്ച നിങ്ങൾ കാത്തുവെച്ച ദക്ഷിണ. അതുപോലെ തന്നെ കാലത്തിന് മുമ്പേ പിറന്ന രചനകളായിരുന്നു സീസണും ദേശാടനയ്ക്ക് കരയാറില്ല എന്ന സിനിമയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു കലാകാരനെ സംബന്ധിച്ച് വർഷം ഇത്ര കഴിഞ്ഞിട്ടും വായിക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് വലിയ ജന്മസാഫല്യം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോളമൻ്റെയും സോഫിയയുടെയും പ്രണയത്തെ മാത്രമല്ല, ക്ലാരയെയും മഴയെയും ജോൺസൺ മാഷിൻ്റെ സംഗീതത്തെയും എൻ്റെ മകനും മകളും അടങ്ങുന്ന തലമുറയും ആരാധനയോടെ ആഘോഷിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാകാൻ ആയതിൽ സത്യത്തിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. പത്മരാജനെ പോലെ ഒരാളുടെ സംവിധാനത്തിൽ ഭരത് ഗോപിച്ചേട്ടനെ പോലെ, നെടുമുടി വേണുചേട്ടനെ പോലെ, കവി പൊന്നമ്മ ചേച്ചിയെ പോലെ, അമ്പിളിച്ചേട്ടനെ പോലെ മഹാപ്രതിഭകൾക്കൊപ്പം അഭിനയിക്കാൻ സാധിച്ച് സഹകരിക്കാൻ സാധിച്ച് അതൊരു ഗുരുതരമായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ. അഭിനേതാവ് എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹം തന്ന 5 കഥാപാത്രവും 5 തരത്തിൽ വെല്ലുവിളി ഉയർത്തുന്നവരാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സീസണിൽ മുഖ്യധാരയിലെ അക്കാലത്തെ പ്രതിനായക വേഷങ്ങളിൽ നിന്ന് വിഭിന്നമായൊരു പ്രതിനായകനെ അവതരിപ്പിക്കേണ്ടി വന്നു. അതുപോലെ ദേശാടനക്കിളിയിലാവട്ടെ അന്ന് നിഷിദ്ധമായിരുന്ന ഒരു ഇതിവൃത്യമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷം ഉൾക്കൊള്ളുക ബുദ്ധിമുട്ട് തന്നെയാണ്. അതിലും അണ്ടർ റേറ്റായി എനിക്ക് അനുഭവപ്പെട്ടൊരു സിനിമയാണ് കരിയിലക്കാറ്റ് പോലെ. മലയാളത്തിൽ ഇന്നോളം ഇറങ്ങിയ മൾട്ടി സ്റ്റാർ സിനിമകളിൽ വെച്ച് ഏറ്റവും അണ്ടർ റേറ്റഡായ ഒരു സിനിമയായിരുന്നു. പക്ഷേ അഭിനേതാവ് എന്ന നിലയ്ക്ക് സംതൃപ്തി എന്ന വിഷയവുമില്ല. എനിക്ക് ലഭിച്ച മികച്ച പോലീസ് വേഷങ്ങളിലൊന്നായിട്ടാണ് ഞാൻ കരിയിലക്കാറ്റ് പോലെ സിനിമയെ കാണുന്നത്. നമുക്ക് പാർക്കാൻ മുതിരിത്തോപ്പുകളും തൂവാനത്തുമ്പികളും മറ്റും നിർമ്മിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പപ്പൻ എന്ന് വിളിക്കുന്ന അനന്തപത്മനാഭനും മാധവക്കുട്ടിയും ഒക്കെ കുട്ടികളാണ്. അവരുമായും രാധാലക്ഷ്മി ചേച്ചിയുമായും കുടുംബപരമായും ഏറെ അടുപ്പമുണ്ട് എനിക്ക്. എൻ്റെ അമ്മയ്ക്ക് രാധാലക്ഷ്മി ചേച്ചിയെ വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഈ നിമിഷം യഥാർത്ഥതയാണ്. ഒരു വലിയ കലാകാരന് എന്നെപ്പോലൊരു കലാകാരൻ നിർബന്ധമായി നൽകേണ്ട മാനസപൂജയായിട്ടാണ് ഈ ചടങ്ങിന് പങ്കെടുക്കാൻ ലഭിച്ച ക്ഷണത്തെ ഞാൻ കണക്കാക്കിയത്. ഈ നിയോഗം എന്നെ തേടി എത്തിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കണക്കാക്കിയിരുന്ന പപ്പേട്ടൻ 80ാം ജന്മവാർഷിക വേളയിലെ പത്മരാജൻ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്ക് അനൽപമായ അഭിമാനവും അതിലേറെ സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ച പത്മരാജൻ ട്രസ്റ്റ് ഭാരവാഹികളോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടുമുള്ള എൻ്റെ നന്ദി കൂടി ഈ അവസരത്തിൽ പങ്കുവച്ചുകൊള്ളട്ടെ. ഇനി പത്മരാജൻ പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ വിവാദങ്ങളെ പടിപ്പുറത്ത് നിർത്തിക്കൊണ്ട് ഏവരും കൊതിക്കുന്ന ഒരു അപൂർവ ബഹുമതിയായി തീരാൻ സാധിച്ചു എന്നതും 3 പതിറ്റാണ്ടിലേറെയായി വിട്ടുവീഴ്ച കൂടാതെ അത് നിർണ്ണയിക്കാനും അർഹമായ കരങ്ങളിൽ എത്തിച്ചു കൊടുക്കാനും സാധിച്ചു എന്നതും ചെറിയ കാര്യമല്ല. ഇത്തവണ പുരസ്കാരം നേടിയ എഴുത്തുകാരെയും ചലച്ചിത്ര പ്രവർത്തകരെയും ഹൃദയം തൊട്ട് അഭിനന്ദിക്കട്ടെ. ലക്ഷണമൊത്ത കൈ എന്നൊക്കെ പറയാറില്ല, അതാണ് പത്മരാജൻ പുരസ്കാരം.
അത് ലഭിച്ചവരൊക്കെയും പിൽക്കാലത്ത് സാഹിത്യത്തിലും സിനിമയിലും കൂടുതൽ അർത്ഥവത്തായ സംഭാവനകളുമായി തിളങ്ങിയിട്ടേ ഉള്ളൂ. അവാർഡ് ഏറ്റുവാങ്ങുന്ന ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. നന്ദി, നമസ്കാരം.